വൈപ്പർ ബ്ലേഡുകൾ വിൻഷീൽഡിൽ ഉരസുന്ന നേർത്ത ശബ്ദവും AC-യുടെ മൂളലും മാത്രമായിരുന്നു ആ കാറിനുള്ളിൽ കേട്ടിരുന്നത്. പുറത്ത് തൊടുപുഴ കഴിഞ്ഞുള്ള റോഡിൽ മഴ കനം വെച്ച് തുടങ്ങിയിരുന്നു. രാത്രി 8 മണി കഴിഞ്ഞിരിക്കുന്നു. റോഡിലെ വെളിച്ചം കുറഞ്ഞു വരികയാണ്. എതിരെ വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ നനഞ്ഞ ടാർ റോഡിൽ തട്ടി പ്രതിഫലിച്ച് രാഹുലിൻ്റെ കണ്ണുകളിലേക്ക് അടിച്ചുകൊണ്ടിരുന്നു. അവൻ അസ്വസ്ഥതയോടെ സ്റ്റിയറിങ്ങിൽ പിടിമുറുക്കി. നമ്മൾ നേരത്തെ ഇറങ്ങണമായിരുന്നു. പാസഞ്ചർ സീറ്റിലിരുന്ന പ്രിയ ഫോണിലെ സമയം നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ പരാതിയും ഉത്കണ്ഠയും കലർന്നിരുന്നു. രാഹുൽ ഒരു ദീർഘശ്വാസം വിട്ടു. ഞാൻ പറഞ്ഞതല്ലേ പ്രിയ, ഓഫീസിലെ മീറ്റിംഗ് കഴിയാതെ എനിക്കിറങ്ങാൻ പറ്റില്ലെന്ന്. പിന്നെ കുണ്ടന്നൂരിലെ ബ്ലോക്ക് നീ കണ്ടതല്ലേ, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൾ ഒന്നും മിണ്ടിയില്ല. പിൻസീറ്റിലേക്ക് തിരിഞ്ഞു നോക്കി. 5 വയസ്സുകാരി അമ്മയ കാർ സീറ്റിൽ ചുരുണ്ടുകൂടി നല്ല ഉറക്കമാണ്. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ടെഡി ബിയർ താഴെ വീഴാറായി നിൽക്കുന്നു. പ്രിയ പതിയെ അതെടുത്ത് സീറ്റിലേക്ക് വെച്ചു. ഇനി എത്ര ദൂരമുണ്ട്? അവൾ ചോദിച്ചു. രാഹുൽ ഡാഷ്ബോർഡിൽ ഫിക്സ് ചെയ്തിരുന്ന ഫോണിലെ ഗൂഗിൾ മാപ്പിലേക്ക് നോക്കി. നീല നിറത്തിലുള്ള വര വളഞ്ഞു പുളഞ്ഞ് കിടക്കുന്നു. നീല നിറത്തിലുള്ള വര വളഞ്ഞു പുളഞ്ഞ് നീണ്ടു കിടക്കുന്നു. വാഗമൺ ടൗൺ എത്താൻ 1.5 മണിക്കൂർ കൂടിയുണ്ടെന്നാണ് കാണിക്കുന്നത്. നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട് ടൗണിൽ നിന്ന് കുറച്ചു മാറിയാണ്. മിസ്റ്റ് വാലി എന്നോ മറ്റോ ആണ് പേര്, രാഹുൽ പറഞ്ഞു. അവിടുത്തെ കിച്ചൺ 10 മണിക്ക് അടയ്ക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം, പ്രിയ ഓർമ്മിപ്പിച്ചു. വഴിയിലെവിടെയെങ്കിലും നിർത്താം. പക്ഷേ ഈ മഴയത്ത് നല്ല ഹോട്ടലുകൾ ഇനി തുറന്നിട്ടുണ്ടാകുമോ എന്ന് സംശയമാണ്, അവൻ പറഞ്ഞു. കാർ മുട്ടം കഴിഞ്ഞുള്ള മലയോര പാതയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ജനവാസം കുറഞ്ഞു വരുന്നു. ഇടയ്ക്കിടെ കടന്നു പോകുന്ന ലോറികളും KSRTC ബസ്സുകളും ഒഴിച്ചാൽ റോഡ് വിജനമാണ്. കാറിനുള്ളിലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ സ്പോട്ടിഫൈയിൽ നിന്നും മഴ പ്ലേലിസ്റ്റ് നേർത്ത ശബ്ദത്തിൽ കേൾക്കാം. ഹരിഹരൻ്റെ ശബ്ദം ആ രാത്രിയുടെ മൂഡ് കുറച്ചുകൂടി ഗാഢമാക്കി. രാഹുലിന് വല്ലാത്തൊരു ക്ഷീണം തോന്നി തുടങ്ങിയിരുന്നു. പകൽ മുഴുവൻ നീണ്ട ജോലി തിരക്കും ഡ്രൈവിങ്ങിനു ശേഷം കണ്ണുകൾക്ക് ഭാരം അനുഭവപ്പെടുന്നു. അവൻ വിൻഡോ ഗ്ലാസ് അല്പം താഴ്ത്തി. തണുത്ത കാറ്റും മഴത്തുള്ളികളും മുഖത്തടിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടി. ഞാൻ ഡ്രൈവ് ചെയ്യണോ? പ്രിയ ചോദിച്ചു. വേണ്ട, മലയല്ലേ കയറുന്നത്. നിനക്ക് ഹെയർ പിൻ വളവുകൾ അത്ര പരിചയമില്ല. മാത്രമല്ല ഈ കോടമഞ്ഞിൽ. രാഹുൽ വാചകം മുഴുമിപ്പിച്ചില്ല. മുന്നിലെ റോഡിൽ പുക പോലെ മഞ്ഞ് ഇറങ്ങിത്തുടങ്ങിയിരുന്നു. ഹൈബീം ഇട്ടാൽ വെളിച്ചം മഞ്ഞിൽ തട്ടി തിരികെ വന്ന് കണ്ണിനെ അന്ധമാക്കും. അതിനാൽ അവൻ ഫോഗ് ലാമ്പ് തെളിയിച്ചു, വേഗത കുറച്ചു. പെട്ടെന്നാണ് ഗൂഗിൾ മാപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ തെളിഞ്ഞത്. ഫാസ്റ്റർ റൂട്ട് അവൈലബിൾ, സേവ് 24 മിനിറ്റ്സ്. രാഹുൽ ശ്രദ്ധിച്ചു. സാധാരണ പോകുന്ന മെയിൻ റോഡിൽ നിന്ന് മാറി വലത്തോട്ട് തിരിയുന്ന ഒരു വഴിയാണ് മാപ്പ് കാണിക്കുന്നത്. മെയിൻ റോഡിലെന്തോ ട്രാഫിക് ജാമോ അപകടമോ കാരണം ചുവന്ന നിറം കാണിക്കുന്നുണ്ട്. മാപ്പ് വഴി മാറ്റാൻ പറയുന്നു, രാഹുൽ പറഞ്ഞു. 24 മിനിറ്റ് ലാഭിക്കാമെന്ന്. പ്രിയ ഫോണിലേക്ക് എത്തി നോക്കി. ഏതാ വഴി? ഈരാറ്റുപേട്ട വഴിയല്ലേ പോകേണ്ടത്? അതെ, പക്ഷേ ഇത് അതിനു മുമ്പേ തിരിയുന്ന ഒരു ഷോർട്ട് കട്ടാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ടി എസ്റ്റേറ്റിന് ഉള്ളിലൂടെയാകും. മെയിൻ റോഡിലെന്തോ ബ്ലോക്കുണ്ട്. ഈ രാത്രി അറിയാത്ത വഴിയിലൂടെ പോകണോ? കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, നല്ല റോഡ് മതി, പ്രിയ സംശയം പ്രകടിപ്പിച്ചു. രാഹുൽ ആലോചിച്ചു. മുന്നിലെ റോഡിൽ കോടമഞ്ഞ് കൂടി വരികയാണ്. 24 മിനിറ്റ് എന്നത് വലിയൊരു സമയമാണ്, പ്രത്യേകിച്ച് ഈ ക്ഷീണത്തിൽ. നോക്ക് പ്രിയ, ഗൂഗിൾ മാപ്പ് വെറുതെ വഴി മാറ്റില്ലല്ലോ. മറ്റേ വഴിയിൽ വലിയ ബ്ലോക്ക് ആയിരിക്കും. അവിടെ പോയി കിടന്നാൽ നമ്മൾ ഇന്നെത്തില്ല. ഇത് എസ്റ്റേറ്റ് റോഡാണെങ്കിൽ തന്നെ ടാർ ഇട്ടതായിരിക്കും. പതുക്കെ പോയാൽ മതി. അവൻ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിച്ചു. പ്രധാന റോഡിൽ നിന്ന് തിരിഞ്ഞ ഉടനെ തന്നെ മാറ്റം പ്രകടമായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന വഴിവിളക്കുകളുടെ മഞ്ഞ വെളിച്ചം മാഞ്ഞുപോയി. കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം മാത്രമേ മുന്നിലുള്ളൂ. റോഡിന് വീതി കുറവാണ്, എങ്കിലും ടാർ ഇട്ടിട്ടുണ്ട്.
ഇരുവശത്തും തിങ്ങി നിറഞ്ഞ റബ്ബർ തോട്ടങ്ങളാണ്. റബ്ബർ മരങ്ങളുടെ ഇലകൾ കാറ്റിൽ ആടിയുലയുന്നത് കാറിൻ്റെ വെളിച്ചത്തിൽ വിചിത്രമായ നിഴലുകളുണ്ടാക്കി. ഇവിടെ റേഞ്ച് കുറവാണ്. പ്രിയ തൻ്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ജിയോയിൽ ഒറ്റക്കട്ടയേ ഉള്ളൂ. BSNL കുഴപ്പമില്ല, മാപ്പ് ലോഡായിട്ടുണ്ടല്ലോ, രാഹുൽ ആശ്വസിപ്പിച്ചു. കാർ മുന്നോട്ട് നീങ്ങും തോറും റോഡിൻ്റെ അവസ്ഥ മോശമായി വന്നു. ടാറിങ് പലയിടത്തും പൊളിഞ്ഞിരിക്കുന്നു. കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് വണ്ടി വെട്ടിച്ചു മാറ്റേണ്ടി വന്നു. ഈ വഴി തന്നെയാണോ രാഹുൽ? പ്രിയയുടെ ശബ്ദത്തിൽ പേടി കൂടി വന്നു. ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട റോഡ് പോലെയുണ്ട്. ഷോർട്ട് കട്ടല്ലേ, ആളുകൾ അധികം ഉപയോഗിക്കുന്നുണ്ടാകില്ല. മാപ്പിൽ നോക്ക്, നീലവര കൃത്യമായി കാണിക്കുന്നുണ്ട്. ഇനി വെറും 4 കിലോമീറ്റർ കൂടി പോയാൽ മതി, നമ്മൾ മെയിൻ റോഡിൽ കയറും, രാഹുൽ പറഞ്ഞു. പക്ഷേ ആ 4 കിലോമീറ്റർ ദൂരം ഒരിക്കലും തീരാത്തതുപോലെ തോന്നി. റബ്ബർ തോട്ടങ്ങൾ മാറിയപ്പോൾ ഇരുവശത്തും കാട് പിടിച്ച പ്രദേശമാണ്. വലിയ പാറക്കൂട്ടങ്ങളും വള്ളിപ്പടർപ്പുകളും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. മരച്ചില്ലകൾ ഇടയ്ക്കിടെ കാറിൻ്റെ മുകളിൽ ഉരസുന്ന ശബ്ദം കേൾക്കാം. പെട്ടെന്ന് കാറിലെ പാട്ട് നിലച്ചു. സ്പോട്ടിഫൈയിൽ ബഫറിംഗ് ചിഹ്നം കറങ്ങാൻ തുടങ്ങി. നെറ്റ് പോയി, രാഹുൽ പറഞ്ഞു. ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, പ്രിയ പറഞ്ഞു. പക്ഷേ മാപ്പ് ഇപ്പോഴും വഴി കാണിക്കുന്നുണ്ടല്ലോ. ശരിയാണ്, ഫോണിലെ സിഗ്നൽ ബാറുകളെല്ലാം അപ്രത്യക്ഷമായി. നോ സർവീസ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും മാപ്പിലെ നീലവരയും കാറിൻ്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ആരോ ചിഹ്നവും ചലിച്ചുകൊണ്ടേയിരുന്നു. സാധാരണ നെറ്റ് പോയാൽ വഴി കാണിക്കില്ല, അല്ലെങ്കിൽ GPS സിഗ്നൽ ലോസ്റ്റ് എന്ന് പറയും. പക്ഷേ ഇവിടെ മാപ്പ് വളരെ കൃത്യമായി ഒരു ടേൺ പോലും തെറ്റിക്കാതെ നിർദ്ദേശം തന്നുകൊണ്ടിരുന്നു. ഇൻ 400 meters ടേൺ റൈറ്റ്. 400 മീറ്റർ കഴിഞ്ഞ് വലത്തേക്ക് തിരിയാൻ കാറിലെ സ്പീക്കറിലൂടെ ഗൂഗിൾ വോയിസ് മുഴങ്ങി. വലത്തേക്കോ? രാഹുൽ മന്ത്രിച്ചു. അവിടെ വഴിയുണ്ടോ? മുന്നിൽ ഇരുട്ട് മാത്രമാണ്. 400 മീറ്റർ ചെന്നപ്പോൾ കാട് പിടിച്ച ഒരു ഇടവഴി കണ്ടു. റോഡ് എന്നതിനേക്കാൾ പണ്ട് ജീപ്പുകൾ പോകാനുണ്ടാക്കിയ ഒരു മൺപാതയാണത്. രാഹുൽ, ഇത് വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. പ്രിയ രാഹുലിൻ്റെ കയ്യിൽ പിടിച്ചു. ഇവിടെ വണ്ടി തിരിക്കാൻ സ്ഥലമില്ല പ്രിയ. നോക്ക് റോഡിൻ്റെ വീതി. ഒന്ന് റിവേഴ്സ് എടുത്താൽ വണ്ടി തോട്ടിലേക്ക് പോകും. മുന്നിൽ എവിടെയെങ്കിലും വീതിയുള്ള സ്ഥലം കാണാതിരിക്കില്ല. അവിടെ എത്തിയിട്ട് നോക്കാം. രാഹുൽ കാർ ആ മൺപാതയിലേക്ക് ഇറക്കി. കാറിൻ്റെ ടയറുകൾ ചരലിൽ തെന്നി മാറി. കയറ്റം കയറുമ്പോൾ എൻജിൻ മുരണ്ടു. അമേയ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. അച്ഛാ, നമ്മളെത്തിയോ? അവൾ ഉറക്കച്ചടവോടെ ചോദിച്ചു. ഇല്ല മോളെ, കുറച്ചുകൂടിയുണ്ട്. രാഹുൽ റിയർവ്യൂ മിററിലൂടെ മകളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ കണ്ണാടിയിൽ കണ്ട കാഴ്ച അവൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടി. പിന്നിൽ കാറിൻ്റെ ചുവന്ന ടെയിൽ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ റോഡിൻ്റെ നടുവിൽ എന്തോ ഒന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം മാത്രം. അവൻ വീണ്ടും നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല, വെറും ഇരുട്ടും കോടമഞ്ഞും മാത്രം. തോന്നിയതാകും, അവൻ സ്വയം പറഞ്ഞു. പക്ഷേ ഉള്ളിലെവിടെയോ ഒരു കൊള്ളിയാൻ മിന്നി. എന്തോ ശരിയല്ല. ഈ വഴി, ഈ മഞ്ഞ്, ഈ നിശബ്ദത, ഒന്നും സ്വാഭാവികമല്ല. കാർ സാമാന്യം നല്ലൊരു നിരപ്പായ സ്ഥലത്തെത്തി. ചുറ്റും മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശം. ആകാശത്ത് ചന്ദ്രനില്ല. കാറിൻ്റെ വെളിച്ചം മാത്രമാണ് ഏക ആശ്രയം. പെട്ടെന്ന് ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പോലെയൊരു സ്റ്റാറ്റിക് നോയ്സ്. പാട്ട് നിന്നിട്ട് കുറേ നേരമായിരുന്നു. ഫോണിൽ റേഞ്ചുമില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ശബ്ദം? ആ ശബ്ദം വളരെ അവ്യക്തമായിരുന്നു. അതോ കാറ്റിൻ്റെ ശബ്ദമായിരുന്നോ? രാഹുൽ, എന്താ ആ ശബ്ദം? പ്രിയ ചോദിച്ചു. അത് റേഡിയോ സിഗ്നൽ ക്രോസ് ആയതാകും, രാഹുൽ കള്ളം പറഞ്ഞു. ബ്ലൂടൂത്ത് മോഡിൽ എങ്ങനെ റേഡിയോ വരുമെന്ന ചോദ്യം അവൻ അവഗണിച്ചു. മാപ്പിൽ നോക്കുമ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്കിനി വെറും 500 മീറ്റർ മാത്രം. ദാ എത്തി. ഈ കാട് കഴിയുമ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തും, രാഹുൽ പറഞ്ഞു. മാപ്പിലെ വര അവസാനിക്കുന്നത് ഒരു വലിയ റോഡിലേക്കാണെന്ന് അവൻ വിശ്വസിച്ചു. വഴിയിൽ ഒരു വലിയ മരം കടപുഴകി വീഴാറായി നിൽക്കുന്നുണ്ടായിരുന്നു.
അതിനടിയിലൂടെ കാർ പതുക്കെ മുന്നോട്ടെടുത്തു. ഇപ്പോൾ റോഡ് തീർത്തും ഇല്ലാതായിരിക്കുന്നു. വെറും പാറക്കല്ലുകളും പുല്ലും മാത്രം. പെട്ടെന്ന് കാറിൻ്റെ ഹെഡ്ലൈറ്റ് മുന്നിലെ ശൂന്യതയിലേക്ക് അടിച്ചു കയറി. രാഹുൽ, വണ്ടി നിർത്തൂ! പ്രിയ അലറി വിളിച്ചു. രാഹുൽ സഡൻ ബ്രേക്ക് ചവിട്ടി. കാർ തെന്നി നീങ്ങി ഒരു കുലുക്കത്തോടെ നിന്നു. അവർ സീറ്റ് ബെൽറ്റ് അഴിച്ച് മുന്നോട്ട് നോക്കി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവർ കണ്ട കാഴ്ച അവരുടെ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. റോഡ് അവസാനിച്ചിരിക്കുന്നു. മുന്നിൽ ബോണറ്റിന് വെറും 5 അടി അകലെ ഒരു പഴയ തുരുമ്പിച്ച ഇരുമ്പുവേലി. അതിനപ്പുറം അഗാധമായ ഇരുണ്ട് കിടക്കുന്ന കൊക്ക. ഒരടി കൂടി മുന്നോട്ടെടുത്തിരുന്നെങ്കിൽ. രാഹുൽ ശ്വാസം അടക്കി പിടിച്ചു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പ്രിയയുടെ കണ്ണുകൾ വിടർന്നിരിക്കുന്നു. അമ്മയെ പേടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചു. കാറിനുള്ളിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സ്പീക്കറിലൂടെ ആ യാന്ത്രിക ശബ്ദം വീണ്ടും മുഴങ്ങി. ഇത്തവണ അതിന് വല്ലാത്തൊരു വ്യക്തതയും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു തണുപ്പുമുണ്ടായിരുന്നു. യു ഹാവ് അറൈവ്ഡ് അറ്റ് യുവർ ഡെസ്റ്റിനേഷൻ. രാഹുൽ മാപ്പിലേക്ക് നോക്കി. ഫോൺ സ്ക്രീനിലെ നീലവര അവസാനിച്ചിരിക്കുന്നത് ആ കൊക്കയുടെ നടുവിലാണ്. ഇത് തെറ്റാണ്, രാഹുൽ വിക്കി പറഞ്ഞു. മാപ്പ് തെറ്റിയതാ. അവൻ റിവേഴ്സ് ഗിയർ ഇടാൻ ശ്രമിച്ചു. പക്ഷേ ഗിയർ ലിവർ അനങ്ങുന്നില്ല. വണ്ടി ന്യൂട്രലിലാണ്. പക്ഷേ ഗിയർ വീഴുന്നില്ല. വീണ്ടും ശബ്ദം മുഴങ്ങി. ഇത്തവണ അല്പം കൂടി ഉച്ചത്തിൽ. യു ഹാവ് അറൈവ്ഡ് അറ്റ് യുവർ ഡെസ്റ്റിനേഷൻ. പ്രിയ കരയാൻ തുടങ്ങി. രാഹുൽ, ഫോൺ ഓഫ് ചെയ്യേ, എനിക്ക് പേടിയാകുന്നു. രാഹുൽ ഫോൺ സ്റ്റാൻഡിൽ നിന്ന് വലിച്ചെടുത്തു. പവർ ബട്ടൺ അമർത്തിപ്പിടിച്ചു. ഫോൺ സ്വിച്ച് ഓഫായി. സ്ക്രീൻ കറുത്തു. പക്ഷേ കാറിൻ്റെ സ്പീക്കറിലൂടെയുള്ള ആ ശബ്ദം നിലച്ചില്ല. ആ ശബ്ദം വീണ്ടും കേട്ടു. യു ഹാവ് അറൈവ്ഡ് അറ്റ് യുവർ ഡെസ്റ്റിനേഷൻ. ഇത്തവണ ആ ശബ്ദത്തിന് ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ റോബോട്ടിക് സ്വഭാവം നഷ്ടപ്പെട്ടിരുന്നു. അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. വികാരങ്ങളില്ലാത്ത, എന്നാൽ വല്ലാതെ പരിചിതമായ ഒരു സ്ത്രീ ശബ്ദം. രാഹുൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പവർ ബട്ടൺ അമർത്തി. ഡിസ്പ്ലേ ഓഫായി. പക്ഷേ ശബ്ദം കാറിനുള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അമേയ പെട്ടെന്ന് ചൂണ്ടുവിരൽ കൊണ്ട് വിൻഷീൽഡിലേക്ക് ചൂണ്ടി. അച്ഛാ, അവിടെ ആരാ നിൽക്കുന്നത്? രാഹുലും പ്രിയയും ഒരുപോലെ ഞെട്ടി മുന്നോട്ട് നോക്കി. കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ കൊക്കയുടെ വക്കിലുള്ള ആ തുരുമ്പിച്ച വേലിക്കെട്ടിന് സമീപം ഒരു രൂപം. മഴയത്ത് നനഞ്ഞു കുതിർന്ന ഒരു സ്ത്രീ രൂപം. അവർ തിരിഞ്ഞു നിൽക്കുകയാണ്. വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരിക്കുന്നു. രാഹുലിൻ്റെ തൊണ്ട വറ്റി വരണ്ടു. അവൻ കാർ സ്റ്റാർട്ട് ചെയ്യാൻ കീ തിരിച്ചു. എൻജിൻ മുരണ്ടു. പക്ഷെ സ്റ്റാർട്ടായില്ല. സെൽഫ് എടുക്കുന്ന ശബ്ദം മാത്രം. പുറത്തെ രൂപം പതുക്കെ തിരിയാൻ തുടങ്ങി. കാറിൻ്റെ സ്റ്റാർട്ടർ മോട്ടോർ നിരാശാജനകമായ ഒരു ശബ്ദത്തോടെ വീണ്ടും വീണ്ടും കറങ്ങി. പക്ഷേ എൻജിൻ ജീവൻ വയ്ക്കാൻ വിസമ്മതിച്ചു. രാഹുലിൻ്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങി കണ്ണിലേക്ക് വീണു. അവൻ കൈമുട്ടുകൊണ്ട് അത് തുടച്ചു മാറ്റി വീണ്ടും കീ തിരിച്ചു. രാഹുൽ, വേഗം! പ്രിയയുടെ ശബ്ദം ഒരു ഞരക്കമായി മാറി. അവൾ മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സീറ്റിലേക്ക് അമർന്നിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ മുന്നിലെ ആ കാഴ്ചയിൽ നിന്ന് പിൻവലിക്കാൻ കഴിയാതെ തറച്ചുപോയിരുന്നു. കൊക്കയുടെ വക്കിൽ നിന്നിരുന്ന ആ രൂപം പൂർണ്ണമായും അവർക്ക് നേരെ തിരിഞ്ഞു. ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം ആ രൂപത്തിൽ പതിച്ചപ്പോൾ രാഹുലിൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. അതൊരു സ്ത്രീയായിരുന്നു. മുഷിഞ്ഞ ചെളി പിടിച്ച ചുരിദാറായിരുന്നു വേഷം. മുടി നനഞ്ഞ് മുഖത്തേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. പക്ഷെ ഏറ്റവും ഭീകരമായത് അതൊന്നുമായിരുന്നില്ല. അവരുടെ മുഖം. അവിടെ കണ്ണുകളുണ്ടായിരുന്നില്ല. കൺതടങ്ങൾ കുഴിഞ്ഞ് കറുത്ത ഗർത്തങ്ങൾ പോലെ തോന്നി. വായ പകുതി തുറന്നിരുന്നു. എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ. അവരുടെ തൊലി വിളറി വെളുത്ത് മഴവെള്ളത്തിൽ കുതിർന്ന് ചുളിവുകൾ വീണിരുന്നു. അച്ഛാ, ആ ആൻറ്റി നമ്മളെ നോക്കുന്നു. അമേയയുടെ ശബ്ദം കാറിനുള്ളിലെ നിശബ്ദതയെ മുറിച്ചു. കുട്ടിക്ക് ഭയം തോന്നിയിരുന്നില്ല. മറിച്ച് ഒരു തരം കൗതുകമായിരുന്നു. കുട്ടികൾക്ക് ചിലപ്പോൾ മുതിർന്നവർ കാണാത്തത് കാണാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ കാണുന്നതിലെ അപകടം മനസ്സിലാകില്ലെന്നോ രാഹുൽ എവിടെയോ വായിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കാറിനുള്ളിലെ സ്പീക്കറിൽ നിന്ന് വീണ്ടും ആ ശബ്ദം മുഴങ്ങി. ഇത്തവണ അത് കൂടുതൽ ഉച്ചത്തിലും പരുക്കനുമായിരുന്നു. ടേൺ ഓഫ് ദ ലൈറ്റ്സ്. അത് ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ശബ്ദമായിരുന്നില്ല.
അത് മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീയുടെ ശബ്ദമാണെന്ന് രാഹുലിന് തോന്നി. പക്ഷെ അവരുടെ ചുണ്ടുകളനങ്ങിയില്ല. ശബ്ദം കാറിനുള്ളിലെ ഓരോ ലോഹഭാഗങ്ങളിലും പ്രതിധ്വനിച്ചു. രാഹുലിൻ്റെ കൈ അറിയാതെ തന്നെ ഹെഡ്ലൈറ്റ് സ്വിച്ചിലേക്ക് നീങ്ങി. അവൻ ലൈറ്റ് ഓഫ് ചെയ്തു. നിമിഷ നേരത്തേക്ക് എല്ലാം കൂരിരുട്ടിലായി. കാറ്റിൻ്റെ ഇരമ്പലും മഴയുടെ ശബ്ദവും മാത്രം. എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്തത്? എനിക്ക് പേടിയാകുന്നു, പ്രിയ നിലവിളിച്ചു. മിണ്ടാതിരിക്കെ രാഹുൽ പറഞ്ഞു. അവൻ ഇരുട്ടിലേക്ക് കണ്ണു നട്ടു. കാറിന് പുറത്തിപ്പോൾ ഒന്നും കാണാനില്ല. പക്ഷേ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. നനഞ്ഞ മണ്ണിൽ കാലടികൾ പതിയുന്ന ശബ്ദം. ആരോ കാറിന് ചുറ്റും നടക്കുന്നു. അവർ അടുത്തേക്ക് വരുന്നുണ്ട്, പ്രിയ വിറച്ചുകൊണ്ട് പറഞ്ഞു. രാഹുൽ ഡോർ ലോക്ക് ഒന്നുകൂടി ഉറപ്പിച്ചു. ഗ്ലാസുകളെല്ലാം കയറ്റിയിട്ടുണ്ട്. ശബ്ദം കാറിൻ്റെ വലതുവശത്തേക്ക് നീങ്ങി. അവൻ ശ്വാസം അടക്കി പിടിച്ചു. ഒരു കൈ ഗ്ലാസിൽ പതുക്കെ തട്ടി. രാഹുൽ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പുറത്തെ ഇരുട്ടിൽ ഗ്ലാസിനോട് ചേർന്ന് ഒരു മുഖം. വിളറിയ കണ്ണുകളില്ലാത്ത ആ മുഖം ഗ്ലാസിൽ അമർന്നിരിക്കുന്നു. അവൻ അലറിക്കരയാൻ ആഗ്രഹിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. അപ്പോൾ ആ സ്ത്രീയുടെ വായ അനങ്ങി. ഇത്തവണ സ്പീക്കറിലൂടെയല്ല, നേരിട്ട് ഗ്ലാസിനപ്പുറത്ത് നിന്ന് ഒരു മന്ത്രിക്കൽ പോലെ ശബ്ദം കേട്ടു. എൻ്റെ കുഞ്ഞ് അവിടെയുണ്ടോ? രാഹുൽ വിറച്ചുകൊണ്ട് പിന്നിലേക്ക് മാറി. ഇവിടെ ആരുമില്ല, പോ, ഇവിടുന്ന് പോ. പ്രിയ അമ്മയുടെ ചെവികൾ പൊത്തിപ്പിടിച്ചു. കുട്ടിയൊന്നും കേൾക്കാതിരിക്കാൻ അവൾ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമായി. ഗ്ലാസിൽ നിന്ന് ആ മുഖം മാഞ്ഞുപോയി. രാഹുൽ ഒരു നിമിഷം കാത്തിരുന്നു. പിന്നെ വിറയ്ക്കുന്ന കൈകളോടെ വീണ്ടും കീ തിരിച്ചു. ഇത്തവണ എൻജിൻ സ്റ്റാർട്ടായി. അവൻ വേഗത്തിൽ ഹെഡ്ലൈറ്റ് ഇട്ടു. മുന്നിൽ ആരുമില്ല, വേലി മാത്രം. രാഹുൽ ഗിയർ റിവേഴ്സിലേക്ക് ഇട്ടു. ആക്സിലേറ്ററിൽ കാലമർത്തി. ടയറുകൾ ചെളിയിൽ കറങ്ങി. കാർ പിന്നോട്ട് കുതിച്ചു. കുറച്ചു ദൂരം പോയ ശേഷം അവൻ വണ്ടി തിരിക്കാൻ ശ്രമിച്ചു. വീതി കുറഞ്ഞ റോഡിൽ കഷ്ടപ്പെട്ട് വണ്ടി തിരിച്ചു. അവർ തിരികെ മെയിൻ റോഡ് ലക്ഷ്യമാക്കി കുതിച്ചു. പക്ഷേ യാത്ര അവസാനിച്ചിരുന്നില്ല. കാർ ആ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ പാഞ്ഞു. രാഹുൽ സ്പീഡോമീറ്ററിലേക്ക് നോക്കിയില്ല. അവൻ്റെ ലക്ഷ്യം എത്രയും വേഗം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മാത്രമായിരുന്നു. നമ്മൾ വന്ന വഴി തന്നെയാണോ ഇത്? പ്രിയ സംശയത്തോടെ ചോദിച്ചു. അതെ, വേറെ വഴിയൊന്നുമില്ലല്ലോ, രാഹുൽ പറഞ്ഞു. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞിട്ടും അവർ ആ വലിയ മരത്തിൻ്റെ അടുത്തെത്തിയില്ല. അവർ വന്നപ്പോൾ റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന ആ കടപുഴകിയ മരം അത് കാണാനില്ല. പകരം റോഡ് ഒരേപോലെ തുടർന്നു. ഇരുവശത്തും റബ്ബർ മരങ്ങൾ, ഒരേപോലെയുള്ള വളവുകൾ. രാഹുൽ ഫോൺ ഓൺ ചെയ്യാൻ ശ്രമിച്ചു. സ്ക്രീൻ തെളിഞ്ഞു. പക്ഷേ നെറ്റ്വർക്ക് ഇല്ല. GPS ലൊക്കേഷൻ കാണിക്കുന്നില്ല. ഇതെവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല, രാഹുൽ പറഞ്ഞു. നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. വന്നപ്പോൾ ഇത്രയും ദൂരമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മുന്നിൽ ഒരു ബോർഡ് കണ്ടു. പഴയ തുരുമ്പിച്ച ഒരു സൈൻ ബോർഡ്. രാഹുൽ വണ്ടിയുടെ വേഗത കുറച്ചു. ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ അതിലെ എഴുത്ത് അവ്യക്തമായിരുന്നു. വണ്ടി കുറച്ചുകൂടി അടുത്തെത്തി. ബോർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഡെഡ് എൻഡ് 2 കിലോമീറ്റേഴ്സ്. രാഹുലിൻ്റെ രക്തം മരവിച്ചു. വന്ന വഴിയെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. പിന്നെ എങ്ങനെ ഡെഡ് എൻഡ് ബോർഡ് കാണും? ഇത് തെറ്റായ വഴിയാണോ? പ്രിയ ചോദിച്ചു. അല്ല പ്രിയ, വണ്ടി തിരിക്കാൻ വേറെ സ്ഥലമില്ല. ഇത് ഒരേ ഒരു വഴിയായിരുന്നു. രാഹുൽ വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. ഇത്തവണ വേഗത കൂട്ടി. എങ്ങനെയെങ്കിലും ഈ വഴിയുടെ അവസാനം കാണണം. പക്ഷേ 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പഴയ സ്ഥലത്തെത്തി. ആ വലിയ മരത്തിൻ്റെ വേലിക്കെട്ട്, അഗാധമായ കൊക്ക. അവർ വട്ടം കറങ്ങുകയാണ്. രാഹുൽ സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു. ഇതെന്തായി സംഭവിക്കുന്നത്? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ പിൻസീറ്റിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടു. അച്ഛാ, ആ ആൻറ്റി കാറിൻ്റെ പിന്നിൽ കയറിയിട്ടുണ്ട്. രാഹുലും പ്രിയയും ഒരേ സമയം റിയർവ്യൂ മിററിലൂടെ പിന്നിലേക്ക് നോക്കി. പിൻസീറ്റിൽ അമ്മയുടെ തൊട്ടടുത്ത് ആ നനഞ്ഞ രൂപം ഇരിക്കുന്നു. തല കുനിച്ച് നനഞ്ഞ മുടി മുഖത്തേക്ക് വീണ്. പ്രിയ അലറി വിളിച്ചു. അവൾ സീറ്റ് ബെൽറ്റ് അഴിച്ച് പിന്നിലേക്ക് ചാടി അമ്മയെ വലിച്ച് മുന്നിലെ സീറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു.
പക്ഷെ അമേയ അനങ്ങിയില്ല. കുട്ടി ആ രൂപത്തെ നോക്കി ചിരിക്കുകയായിരുന്നു. അമേയ, ഇങ്ങോട്ട് വാ, പ്രിയ അലറി വിളിച്ചു. പെട്ടെന്ന് ആ രൂപം തലയുയർത്തി. കണ്ണില്ലാത്ത ആ മുഖം റിയർവ്യൂ മിററിലൂടെ രാഹുലിനെ നോക്കി. ഇത്തവണ സ്പീക്കറിലൂടെയല്ല, രാഹുലിൻ്റെ തലച്ചോറിനുള്ളിൽ നേരിട്ട് ആ ശബ്ദം മുഴങ്ങി. എന്നെ കൊണ്ടുവിടാമോ? രാഹുൽ കാർ സഡൻ ബ്രേക്ക് ഇട്ടു. വണ്ടി തെന്നിമാറി റോഡിൻ്റെ വശത്തുള്ള ഒരു മരത്തിൽ ഇടിച്ചു നിന്നു. ആഘാതത്തിൽ എയർ ബാഗ് തുറന്നില്ല. രാഹുലിൻ്റെ തല സ്റ്റിയറിംഗിൽ ഇടിച്ചു. പ്രിയ ഡാഷ്ബോർഡിൽ തട്ടി. രാഹുൽ ബോധം മറയുന്നതിന് തൊട്ടു മുമ്പ് കണ്ടു, പിൻസീറ്റിൽ അമേയ മാത്രം. ആ രൂപം അപ്രത്യക്ഷമായിരിക്കുന്നു. പക്ഷേ കാറിൻ്റെ സ്പീക്കറിലൂടെ ഒരു പാട്ട് ഒഴുകി വരുന്നുണ്ടായിരുന്നു. പഴയ അവ്യക്തമായ ഒരു താരാട്ടുപാട്ട്. രാഹുലിന് ബോധം തെളിഞ്ഞപ്പോൾ മഴ തോർന്നിരുന്നു. തലയിൽ വല്ലാത്ത വേദന. അവൻ നെറ്റിയിൽ തൊട്ടുനോക്കി. രക്തമുണ്ട്. പ്രിയ, അവൻ വിളിച്ചു. പ്രിയ സീറ്റിൽ ബോധരഹിതയായി കിടക്കുന്നു. നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട്. പ്രിയ, എഴുന്നേൽക്ക്, അവൻ അവളെ കുലുക്കി വിളിച്ചു. പ്രിയ പതുക്കെ കണ്ണു തുറന്നു. അവൾ ചുറ്റും നോക്കി. പിന്നെ പെട്ടെന്ന് ഞെട്ടി. അമേയ, മോളെവിടെ? ഇരുവരും പിൻസീറ്റിലേക്ക് നോക്കി. സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. അമേയ അവിടെയില്ല. കാറിൻ്റെ ഡോർ തുറന്നു കിടക്കുന്നു. അമേയ, രാഹുൽ പുറത്തേക്ക് ചാടിയിറങ്ങി. പുറത്ത് കൂരിരുട്ടാണ്. കാറിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് തകർന്നുപോയി. മറ്റേത് മങ്ങിയ വെളിച്ചം നൽകുന്നു. അമേയ, മോളെ. രാഹുലും പ്രിയയും കാടിനുള്ളിലേക്ക് നോക്കി വിളിച്ചു. മറുപടിയില്ല. കാടിൻ്റെ നിശബ്ദത മാത്രം. രാഹുൽ മൊബൈൽ എടുത്തു. ടോർച്ച് തെളിയിച്ചു. നനഞ്ഞ മണ്ണിൽ ചെറിയ കാലടികൾ കാണാം. അമേയയുടെ ചെരുപ്പിൻ്റെ പാടുകൾ. അത് റോഡിൽ നിന്ന് മാറി കാടിനുള്ളിലേക്ക് പോകുന്നു. അതിൻ്റെ കൂടെ മറ്റൊരു സെറ്റ് കാലടികൾ കൂടിയുണ്ട്. വലിയ നഗ്നപാദങ്ങളുടെ പാടുകൾ. ദൈവമേ, പ്രിയ പേടിച്ച് വായ പൊത്തി. നമുക്കുടനെ അവളെ കണ്ടുപിടിക്കണം, രാഹുൽ പറഞ്ഞു. അവൾ അധിക ദൂരം പോയിട്ടുണ്ടാകില്ല. അവർ ആ കാട്ടുപാതയിലേക്ക് നടന്നു. ടോർച്ചിൻ്റെ വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ നീണ്ടു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു പഴയ കെട്ടിടം കണ്ടു. കാട് പിടിച്ചു കിടക്കുന്ന ഒരു ചെറിയ വീട്. മേൽക്കൂര പകുതി തകർന്നിട്ടുണ്ട്. ആ വീടിൻ്റെ മുറ്റത്ത് ഒരു പഴയ ജീപ്പ് കിടക്കുന്നു. തുരുമ്പിച്ച് നശിച്ച ഒരു മഹീന്ദ്ര ജീപ്പ്. രാഹുൽ ജീപ്പിൻ്റെ അടുത്തേക്ക് പോയി. അതിൻ്റെ നമ്പർ പ്ലേറ്റ് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നു. അവനത് തുടച്ചു നോക്കി. KL5. ബാക്കി വായിക്കാൻ പറ്റുന്നില്ല. വളരെ പഴയ വണ്ടിയാണ്. രാഹുൽ, നോക്ക്, പ്രിയ വിരൽ ചൂണ്ടി. വീടിൻ്റെ വരാന്തയിൽ ഒരു പഴയ പാവ കിടക്കുന്നു. അമേയയുടെ കയ്യിലുണ്ടായിരുന്ന ടെഡി ബെയർ അല്ലായിരുന്നു അത്. അവിടെയുള്ളത് വളരെ പഴയ കീറിപ്പറഞ്ഞ ഒരു പാവയാണ്. പക്ഷേ ആ പാവയുടെ കഴുത്തിൽ അമേയയുടെ മാല കിടക്കുന്നു. അവൾ ഇവിടെയുണ്ട്. പ്രിയ കരയാൻ തുടങ്ങി. അവൾ വീടിനുള്ളിലുണ്ട്. രാഹുൽ ടോർച്ച് വീടിനുള്ളിലേക്ക് അടിച്ചു. വാതിൽ പാതി തുറന്നു കിടക്കുന്നു. അവർ പതുക്കെ അകത്തേക്ക് കയറി. അകത്തു വല്ലാത്തൊരു ദുർഗന്ധം. പഴക്കത്തിൻ്റെയും പൂപ്പിലിൻ്റെയും പിന്നെ മറ്റെന്തോ ഒന്നിൻ്റെയും. മുറിക്കുള്ളിൽ പഴയ ഫർണിച്ചറുകൾ ചിതറിക്കിടക്കുന്നു. ചുവരുകളിൽ കരി പിടിച്ച പാടുകൾ. അമേയ, രാഹുൽ വിളിച്ചു. ഒരു മുറിയുടെ കോണിൽ നിന്ന് നേർത്തൊരു ചിരി കേട്ടു. കുട്ടികളുടെ ചിരി. രാഹുൽ അങ്ങോട്ടോടി. ആ മുറിയിൽ നിലത്ത് അമേയ ഇരിക്കുന്നു. അവൾ ആരുടെയോ നേരെ നോക്കി ചിരിക്കുകയാണ്. പക്ഷെ അവിടെ ആരുമില്ല. ഒരു ഒഴിഞ്ഞ കസേര മാത്രം. മോളെ. പ്രിയ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അമേയ അമ്മയെ നോക്കി. അവളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കം. അമ്മേ, ആൻറ്റി നല്ലതാണ്. ആൻറ്റിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. രാഹുൽ ഞെട്ടി. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? അമ്മയെ കസേരയിലേക്ക് ചൂണ്ടി. ആൻറ്റി പറഞ്ഞു, പണ്ട് ആൻറ്റിയും മോളെയും അങ്കിൾ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചെന്ന്. അവർക്ക് വഴിതെറ്റി ഇവിടെ വന്നതാണെന്ന്. രാഹുലിൻ്റെ രക്തം മരവിച്ചു. അവനാ ഒഴിഞ്ഞ കസേരയിലേക്ക് നോക്കി. കസേര പതുക്കെ ആടാൻ തുടങ്ങി. അവിടെ ആരുമില്ല. കാറ്റില്ല. എന്നിട്ടും കസേര മെല്ലെ ആടുന്നു. പെട്ടെന്ന് മുറിയുടെ വാതിൽ കൊട്ടിയടഞ്ഞു. ടോർച്ച് വെളിച്ചം മിന്നിത്തുടങ്ങി. പിന്നെ അത് ഓഫായി. ഇരുട്ടിൽ രാഹുലിൻ്റെ തൊട്ടു പിന്നിൽ ഒരു ശ്വാസം വീഴുന്ന ശബ്ദം.
തണുത്ത മരവിപ്പിക്കുന്ന ശ്വാസം. അവൻ തിരിഞ്ഞു നോക്കാൻ ഭയന്നു. അവൻ്റെ ചെവിയിൽ ആ സ്ത്രീ ശബ്ദം വീണ്ടും മുഴങ്ങി. നിങ്ങൾ വൈകിപ്പോയി, ഇനി പോകാൻ പറ്റില്ല. രാഹുലിൻ്റെ കയ്യിലെ ടോർച്ച് അവസാനമായി ഒന്ന് മിന്നി. പിന്നെ അത് പൂർണ്ണമായും അണഞ്ഞു. മുറി കട്ട പിടിച്ച ഇരുട്ടിലായി. ജനലിലൂടെ വരുന്ന നേർത്ത നിലാവിൻ്റെ വെളിച്ചം പോലും ആ മുറിക്കുള്ളിലേക്ക് കടക്കാൻ ഭയക്കുന്നതുപോലെ തോന്നി. രാഹുൽ, പ്രിയയുടെ ശബ്ദമിടറി. അവൾ ഇരുട്ടിൽ കൈകൾ വീശി രാഹുലിനെ തിരഞ്ഞു. ഞാനിവിടെയുണ്ട്, അനങ്ങരുത്, രാഹുൽ പറഞ്ഞു. അവൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. തൊട്ടുപിന്നിൽ കേട്ട ആ ശ്വാസോച്ഛ്വാസം അതിപ്പോഴും അവിടെയുണ്ട്. തൻ്റെ പിരടിയിൽ തണുത്ത കാറ്റ് തട്ടുന്നതുപോലെ. അവൻ പതുക്കെ തിരിഞ്ഞു. ഇരുട്ടിൽ കൈ നീട്ടി. ശൂന്യത മാത്രം. പക്ഷെ പെട്ടെന്ന് അവൻ്റെ കൈത്തണ്ടയിൽ ഒരു തണുത്ത പിടി വീണു. ആരുടെയോ വിരലുകൾ, ഐസ് പോലെ തണുത്ത എല്ല് പിടിച്ച വിരലുകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകി. രാഹുൽ കുടഞ്ഞെറിയാൻ ശ്രമിച്ചു. ആരാ അത്? എന്നെ വിടൂ. ആ പിടി അയഞ്ഞില്ല. അത് കൂടുതൽ മുറുകി. ഒപ്പം കാതുകളിൽ ആ സ്ത്രീ ശബ്ദം വീണ്ടും മുഴങ്ങി. എൻ്റെ കുഞ്ഞിനെ തിരിച്ചുതാ. അതൊരു അപേക്ഷയായിരുന്നില്ല, അതൊരു കൽപ്പനയായിരുന്നു. അമ്മയാ, രാഹുൽ ഉറക്കെ അലറി. അവൻ സർവശക്തിയുമെടുത്ത് കൈ കുടഞ്ഞു. ആ പിടി വിട്ടുപോയി. അവൻ മുന്നോട്ടാഞ്ഞ് പ്രിയ ഇരിക്കുന്ന ഭാഗത്തേക്ക് വീണു. അമ്മേ, ആൻറ്റിക്ക് വേദനിക്കുന്നു. ഇരുട്ടിൽ അമ്മയുടെ ശബ്ദം. അച്ഛൻ എന്തിനാ ആൻറ്റിയെ തള്ളിയിട്ടത്? മോളെ, മിണ്ടാതിരിക്കേ. പ്രിയ അമ്മയുടെ വായ പൊത്തിപ്പിടിച്ചു. രാഹുൽ ഫോണിൻ്റെ പവർ ബട്ടൺ അമർത്തി. ഫോൺ ഓണാകുന്നില്ല. ബാറ്ററി തീർന്നതുപോലെ. എൻ്റെ ഫോൺ ഡെഡായി, രാഹുൽ പറഞ്ഞു. നിന്റെ ഫോൺ നോക്ക് പ്രിയ. എൻ്റെ ഫോൺ കാറിലാണ് രാഹുൽ. പ്രിയ കരച്ചിലിൻ്റെ വക്കീലെത്തിയിരുന്നു. ആ മുറിയിലെ താപനില പെട്ടെന്ന് കുറഞ്ഞതുപോലെ തോന്നി. വായുവിന് വല്ലാത്തൊരു കനം, ശ്വാസം മുട്ടുന്നതുപോലെ. പെട്ടെന്ന് മുറിയുടെ മൂലയിൽ നിന്ന് ഒരു വെളിച്ചം തെളിഞ്ഞു. അതൊരു പഴയ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചമായിരുന്നു. ആ ഒഴിഞ്ഞ കസേരയുടെ താഴെ നിന്ന് നീല വെളിച്ചം. പഴയ നോക്കിയ ഫോണുകളിൽ കാണുന്ന തരം വെളിച്ചം. രാഹുൽ പതുക്കെ അങ്ങോട്ട് നീങ്ങി. ആ വെളിച്ചത്തിൽ അവൻ കണ്ടു തറയിൽ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു പഴയ ഫോൺ. അതിൻ്റെ സ്ക്രീൻ തെളിഞ്ഞു നിൽക്കുന്നു. അതിലൊരു ഇൻകമിംഗ് കോൾ വരുന്നു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് രാഹുൽ സ്തംഭിച്ചുപോയി. ഹോം. ആ ഫോണിന് സിം കാർഡ് പോലുമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. എന്നിട്ടും അത് റിങ് ചെയ്യുന്നു. പഴയ നോക്കിയ ട്യൂൺ. രാഹുൽ വിറയ്ക്കുന്ന കൈകളോടെ ആ ഫോൺ എടുത്തു. കോൾ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്തു. അപ്പുറത്ത് നിശബ്ദത. പിന്നെ വളരെ പതുക്കെ ഒരു പുരുഷ ശബ്ദം. ഹലോ, ഞങ്ങൾക്ക് വഴി തെറ്റി. ഇവിടെ എവിടെയോ കുടുങ്ങി. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഗൂഗിൾ മാപ്പ് കാണിച്ച വഴിയിലൂടെയാണ് വന്നത്. പക്ഷേ റോഡ് ഇവിടെ അവസാനിച്ചു. എൻ്റെ ഭാര്യ, അവൾക്ക് സുഖമില്ല. ആരെങ്കിലും സഹായിക്കൂ. ശബ്ദത്തിൽ ഭയവും നിസ്സഹായാവസ്ഥയും നിറഞ്ഞിരുന്നു. പിന്നെ വലിയൊരു ശബ്ദം കേട്ടു. ചില്ലുകൾ തകരുന്ന ശബ്ദം. ഒരു സ്ത്രീയുടെ നിലവിളി. പിന്നെ എല്ലാം ശാന്തമായി. കോൾ കട്ടായി. രാഹുൽ ഫോൺ താഴെയിട്ടു. അത് 2008 2010 ഇറങ്ങിയ മോഡലാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏതോ അപകടത്തിൻ്റെ ശബ്ദരേഖയാണത്. നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പോകണം, രാഹുൽ പറഞ്ഞു. അവൻ വാതിലിൻ്റെ അടുത്തേക്ക് ഓടി. പിടി തിരിച്ചു. ലോക്ക് ജാം ആയിരിക്കുകയാണ്. അവൻ തോളുകൊണ്ട് ആഞ്ഞടിച്ചു. പഴയ തടിവാതിൽ കുലുങ്ങി. പക്ഷെ തുറന്നില്ല. അവൻ പിന്നോട്ട് മാറി ആഞ്ഞു ചവിട്ടി. രണ്ടാമത്തെ ചവിട്ടിന് ദ്രവിച്ച തടി ഒടിഞ്ഞ് വാതിൽ മലർക്കെ തുറന്നു. അവർ പുറത്തേക്കോടി. പുറത്തെത്തിയപ്പോൾ തണുത്ത കാറ്റ് അവരുടെ മുഖത്തടിച്ചു. മഴ തോർന്നിരുന്നു. പക്ഷേ മരങ്ങളിൽ നിന്ന് വെള്ളത്തുള്ളികൾ വീണുകൊണ്ടിരുന്നു. അവർ ജീപ്പിൻ്റെ അരികിലൂടെ ഓടി. രാഹുൽ അറിയാതെ ആ ജീപ്പിനുള്ളിലേക്കൊന്ന് നോക്കിപ്പോയി. നേരത്തെ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ അവൻ്റെ കണ്ണിൽപ്പെട്ടു. ജീപ്പിൻ്റെ മുൻസീറ്റിൽ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് ഒരു സ്മാർട്ട് ഫോൺ ഹോൾഡർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ പഴയ ജീപ്പിന് ചേരാത്ത ആധുനികമായ ഒന്നാണ്. രാഹുൽ ഒരു നിമിഷം നിന്നു. അവൻ ജീപ്പിൻ്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചു. അത് ലോക്കല്ലായിരുന്നു. തുറന്നപ്പോൾ കണ്ട കാഴ്ച അവനെ ആശയക്കുഴപ്പത്തിലാക്കി. ജീപ്പിനുള്ളിൽ പഴയ സാധനങ്ങൾക്കിടയിൽ ഒരു പുതിയ ലാപ്ടോപ്പ് ബാഗ്.
അവനത് തുറന്നു നോക്കി. അതിൽ 2023 ഒരു ഡയറിയും ഒരു ID കാർഡും. നെയിം ഡോക്ടർ അലക്സ് വർഗീസ്. ഡേറ്റ് ഓഫ് ബർത്ത് 12/5/1990. ഇത് പഴയ ജീപ്പല്ല, രാഹുൽ മന്ത്രിച്ചു. ഇത് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഈ വണ്ടി ഓടിച്ചിരുന്നവർ. അവൻ ഡയറി മറിച്ചു നോക്കി. അവസാനത്തെ പേജിൽ വിറയ്ക്കുന്ന കൈപ്പടയിൽ എഴുതിയിരിക്കുന്നു: ഗൂഗിൾ മാപ്പ് ഞങ്ങളെ വട്ടം കറക്കുന്നു. ഇത് 3-ാം തവണയാണ് ഞങ്ങൾ ഈ പഴയ വീടിന് മുന്നിലെത്തുന്നത്. ഇവിടെ എന്തോ ഒന്നുണ്ട്. ഷീല പറയുന്നു അവൾ ആരെയോ കണ്ടു എന്ന്. എനിക്ക് തോന്നുന്നത് സിഗ്നൽ ജാമർ പോലത്തെ എന്തോ ഒന്ന് ഇവിടെയുണ്ടെന്നാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് GPS ഇങ്ങനെ പെരുമാറുക? ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തി നടക്കാൻ തീരുമാനിച്ചു. വണ്ടിയിൽ പെട്രോൾ തീരാറായി. തീയതി 2 ആഴ്ച മുമ്പ്. രാഹുൽ ഞെട്ടലോടെ പ്രിയയെ നോക്കി. പ്രിയ, ഈ വണ്ടി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ. ഇത് തുരുമ്പിച്ചതല്ല, കാട്ടിലെ ചെളിയും മണ്ണും പറ്റിപ്പിടിച്ച് അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ ഇതിലെ ആളുകൾ? പ്രിയ ചോദിച്ചു. അവർ കാടിനുള്ളിലേക്ക് പോയി, നമ്മളെപ്പോലെ. പെട്ടെന്ന് രാഹുലിൻ്റെ പോക്കറ്റിലെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ അതെടുത്തു. ഫോൺ തനിയെ ഓണായിരിക്കുന്നു. ബാറ്ററി 1% പക്ഷേ സ്ക്രീനിൽ ഗൂഗിൾ മാപ്പ് ഓണായി നിൽക്കുന്നു. റൂട്ട് റീകാൽക്കുലേറ്റഡ്. മാപ്പിൽ അവരുടെ ലൊക്കേഷൻ ദ ട്രാപ്പ് എന്ന് കാണിക്കുന്നു. രാഹുൽ, വണ്ടിയിൽ കയറാം, വേഗം. പ്രിയ അമ്മയെ വാരിയെടുത്തു. അവർ കാടിൻ്റെ അതിർത്തിയിലേക്കുള്ള തങ്ങളുടെ കാറിനടുത്തേക്ക് ഓടി. കാർ അവിടെ തന്നെയുണ്ട്. ഒരു ഹെഡ്ലൈറ്റ് മാത്രം കണ്ണിറുക്കുന്നത് പോലെ മിന്നുന്നു. രാഹുൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടിക്കയറി. പ്രിയയും അമ്മയെയും പിന്നിൽ കയറി. അവർ ഡോർ ലോക്ക് ചെയ്തു. വണ്ടി സ്റ്റാർട്ടാകണേയെന്നവൻ പ്രാർത്ഥിച്ചു. കീ തിരിച്ചു. എൻജിൻ മുരണ്ടു. 2ാമത്തെ ശ്രമത്തിൽ കാർ സ്റ്റാർട്ടായി. രാഹുൽ ആക്സിലേറ്റർ ചവിട്ടി. കാർ മുന്നോട്ട് കുതിച്ചു. പക്ഷേ മുന്നിൽ ഇരുട്ട് മാത്രം. അവർ വന്ന വഴി ഏതായിരുന്നു എന്ന് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ടയറുകൾ ചെളിയിൽ പുതഞ്ഞു. പെട്ടെന്ന് കാറിൻ്റെ സ്പീക്കർ വീണ്ടും ഉണർന്നു. ഇത്തവണ പാട്ടാണ് കേട്ടത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതൊരു കൊച്ചുകുട്ടിയുടെ ശബ്ദമായിരുന്നു. അമ്മയുടേതല്ല, മറ്റേതോ കുട്ടിയുടെ. ഇന്നെൻ്റെ പിറന്നാളല്ല, അമ്മയെ പറഞ്ഞു. ഇതാരുടെയാ? ആരുടെയെങ്കിലും ആകട്ടെ, മിണ്ടാതിരിക്കേ, രാഹുൽ പറഞ്ഞു. അവൻ ഗിയർ മാറ്റി വണ്ടി കാട്ടിലൂടെ വെട്ടിച്ചോടിച്ചു. അവർ കാട് കടന്ന് അല്പം വീതിയുള്ള ഒരു പാതയിലെത്തി. ഇത് നമ്മൾ വന്ന വഴിയാണോ? പ്രിയ ചോദിച്ചു. അറിയില്ല, പക്ഷേ ടാർ ഇട്ടിട്ടുണ്ട്. ഇത് മെയിൻ റോഡിലേക്ക് പോകുമെന്ന് തോന്നുന്നു, രാഹുൽ പറഞ്ഞു. ഫോണിലെ മാപ്പ് ഇപ്പോൾ വീണ്ടും വഴി കാണിക്കാൻ തുടങ്ങി. നീല വര തെളിഞ്ഞു. കണ്ടിന്യൂ ഫോർ 3 kilometers ടു റീച്ച് എക്സിറ്റ്. രാഹുലിന് കുറച്ച് ആശ്വാസം തോന്നി. എക്സിറ്റ് എന്ന ആ വാക്ക് അവന് പ്രതീക്ഷ നൽകി. പക്ഷേ കാർ മുന്നോട്ട് പോകുന്തോറും രാഹുൽ ഒരു കാര്യം ശ്രദ്ധിച്ചു. റോഡിൻ്റെ ഇരുവശത്തും നിർത്തിയിട്ട വണ്ടികൾ, പഴയ കാറുകൾ, പുതിയ SUVകൾ, ബൈക്കുകൾ, എല്ലാം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. കാട് പിടിച്ച് ഗ്ലാസുകൾ തകർന്ന്. അതൊരു ശവപ്പറമ്പ് പോലെയായിരുന്നു. വാഹനങ്ങളുടെ ശവപ്പറമ്പ്. രാഹുൽ, നോക്ക്. പ്രിയ വിറച്ചു. ഒരു വെള്ള സ്വിഫ്റ്റ് കാർ. അതിൻ്റെ ബോണറ്റിൽ ഒരാളിരിക്കുന്നു. അല്ല, ഇരിക്കുകയല്ല, ചാരി നിൽക്കുകയാണ്. വണ്ടിയടുത്തെത്തിയപ്പോൾ കണ്ടു, അതൊരു മനുഷ്യനല്ല, അതൊരു അസ്ഥികൂടമായിരുന്നു. ജീർണിച്ച വസ്ത്രങ്ങൾ ധരിച്ച അസ്ഥികൂടം. കയ്യിലൊരു ഫോൺ മുറുകെ പിടിച്ചിരിക്കുന്നു. രാഹുൽ ഞെട്ടി വണ്ടി വെട്ടിച്ചു. അവിടെ ഒത്തിരി പേർ വഴിതെറ്റി വന്നിട്ടുണ്ട്. ആരും തിരിച്ചു പോയിട്ടില്ല. സ്പീക്കറിലെ ശബ്ദം വീണ്ടും വന്നു. മേക്ക് എ യു ടേൺ ഇഫ് പോസിബിൾ. അതൊരു പരിഹാസം പോലെ തോന്നി. ഇത്രയും നേരം എക്സിറ്റ് എന്ന് കാണിച്ചിട്ട് ഇപ്പോൾ യു ടേൺ എടുക്കാൻ പറയുന്നു. ഇല്ല, ഞാൻ തിരിക്കില്ല, രാഹുൽ പല്ലിറുക്കി. മുന്നോട്ട് തന്നെ പോകും. അവൻ വേഗത കൂട്ടി. പെട്ടെന്ന് മുന്നിലെ റോഡിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ സ്ത്രീ. അവൾ റോഡിന് കുറുകെ കൈകൾ വിരിച്ചു നിൽക്കുന്നു. രാഹുൽ ബ്രേക്ക് ചവിട്ടിയില്ല. അവൻ ഹോൺ അടിച്ചു. കാർ പാഞ്ഞു ചെന്നു. പക്ഷെ ആ സ്ത്രീ അനങ്ങിയില്ല. ഇടിക്കുമെന്നുറപ്പായപ്പോൾ രാഹുൽ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു വലിയ ഇടി. കാർ ഒന്ന് കുലുങ്ങി.
പക്ഷെ മാംസത്തിൽ വണ്ടി ഇടിച്ച ശബ്ദമല്ല കേട്ടത്. പുകയിലിടിച്ചതുപോലെ. രാഹുൽ കണ്ണു തുറന്നു. മുന്നിൽ ആരുമില്ല. പക്ഷെ വിൻഷീൽഡിൽ നിറയെ രക്തം. പുറത്തുനിന്നല്ല, അകത്തുനിന്ന്. അവൻ ഞെട്ടി പിൻസീറ്റിലേക്ക് നോക്കി. പ്രിയയുടെ നെറ്റി പൊട്ടി ചോര ഒഴുകുന്നു. ബ്രേക്കിട്ടപ്പോൾ സീറ്റിലിടിച്ചതാണ്. പ്രിയ, അവൻ വിളിച്ചു. രാഹുൽ, അമേയ. പ്രിയ വിരൽ ചൂണ്ടി. രാഹുൽ നോക്കി. അമേയ സീറ്റിലില്ല. ഡോർ ലോക്കാണ്. ഗ്ലാസ് പൊട്ടിയിട്ടില്ല. പക്ഷെ കുട്ടി അപ്രത്യക്ഷമായിരിക്കുന്നു. കാറിൻ്റെ സ്പീക്കറിലൂടെ ആ കുട്ടിയുടെ ശബ്ദം. അങ്കിൾ, ഞാനും മോളും കൂടി കളിക്കാൻ പോവുക. രാഹുൽ അലറിക്കരഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ചുറ്റും ഇരുട്ട്. വിജനമായ റോഡ്. ഇത്തവണ അവൻ ഒറ്റയ്ക്കല്ല. റോഡിൻ്റെ വശങ്ങളിൽ, കാടിനുള്ളിൽ, മരങ്ങൾക്ക് പിന്നിൽ നൂറുകണക്കിന് കണ്ണുകൾ തിളങ്ങുന്നു. അവിടെ കുടുങ്ങിപ്പോയവരുടെ ആത്മാക്കൾ. അവർ പതുക്കെ റോഡിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. രാഹുൽ കാറിനുള്ളിലേക്ക് തിരികെ കയറാൻ ശ്രമിച്ചു. പക്ഷെ ഡോർ ലോക്കായി. പ്രിയ ഉള്ളിൽ അബോധാവസ്ഥയിലാണ്. താക്കോൽ കാറിനുള്ളിലാണ്. അവൻ ഗ്ലാസിൽ തട്ടി വിളിച്ചു. പ്രിയ, ഡോർ തുറക്ക്. അപ്പോൾ ഡാഷ്ബോർഡിലെ ഫോൺ സ്ക്രീൻ തെളിഞ്ഞു. അതിൽ ഗൂഗിൾ മാപ്പിന് പകരം കാറിനുള്ളിലെ സെൽഫി ക്യാമറ ദൃശ്യം തെളിഞ്ഞു. ആ സ്ക്രീനിൽ രാഹുൽ കണ്ടു. കാറിനുള്ളിൽ ഡ്രൈവിംഗ് സീറ്റിൽ മറ്റൊരാളിരിക്കുന്നു. രാഹുൽ തന്നെ. പക്ഷെ ആ രാഹുലിൻ്റെ കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു. മുഖം വിളറിയിരുന്നു. പുറത്തു നിൽക്കുന്ന രാഹുൽ സ്വന്തം കൈകളിലേക്ക് നോക്കി. അവൻ്റെ കൈകൾ സുതാര്യമാകാൻ തുടങ്ങിയിരുന്നു. മഴത്തുള്ളികൾ അവൻ്റെ ശരീരത്തിലൂടെ തുളച്ചു പോകുന്നു. സ്പീക്കറിലൂടെ ശബ്ദം പുറത്തേക്ക് കേട്ടു. ഡെസ്റ്റിനേഷൻ റീച്ച്ഡ്. രാഹുൽ സത്യം തിരിച്ചറിയുകയായിരുന്നു. ആദ്യത്തെ ഡെഡ് എൻഡ് ബോർഡ് കണ്ടപ്പോൾ, ആ കൊക്കയുടെ വക്കിൽ കാർ ബ്രേക്ക് കിട്ടാതെ നിന്നപ്പോൾ അവർ യഥാർത്ഥത്തിൽ നിന്നിരുന്നില്ല. കാർ താഴേക്ക് വീണിരുന്നു. ഇപ്പോൾ നടക്കുന്നത് ഇതെല്ലാം മരണത്തിന് ശേഷമുള്ള യാത്രയാണ്. താൻ ആ കൊക്കയുടെ അടിത്തട്ടിലെ തകർന്ന കാറിനുള്ളിൽ കിടന്ന് സ്വപ്നം കാണുകയാണോ? അതോ ഈ കാട്ടുപാതയിൽ എന്നേക്കുമായി കുടുങ്ങിപ്പോയ മറ്റൊരാത്മാവായി മാറിയോ? കാറിനുള്ളിലെ രാഹുൽ പതുക്കെ തിരിഞ്ഞ് പുറത്തു നിൽക്കുന്ന രാഹുലിനെ നോക്കി ചിരിച്ചു. എന്നിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. വണ്ടി പതുക്കെ മുന്നോട്ട് നീങ്ങി. പ്രിയ, എന്നെ വിട്ടിട്ടു പോകല്ലേ. രാഹുൽ കാറിന് പിന്നാലെ ഓടി. പക്ഷേ കാർ അതിവേഗത്തിൽ ഇരുട്ടിലേക്ക് മറഞ്ഞു. അവൻ തനിച്ചായി. ആ വിജനമായ റോഡിൽ. ചുറ്റും ആ അസ്ഥികൂടങ്ങൾ അവനെ സ്വാഗതം ചെയ്യാനെന്ന പോലെ അടുത്തു വരുന്നു. രാഹുലിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഫോൺ ഒന്ന് വൈബ്രേറ്റ് ചെയ്തു. അവൻ അതെടുത്തു നോക്കി. പുതിയൊരു നോട്ടിഫിക്കേഷൻ. വെൽക്കം ടു മിസ്റ്റ് വാലി. സ്റ്റേ ഡ്യൂറേഷൻ എറ്റേണിറ്റി. രാഹുൽ ആ വിജനമായ റോഡിലൂടെ ഓടുകയായിരുന്നു. അവൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. കാലുകൾക്ക് ഭാരമില്ലാത്തതുപോലെ തോന്നി. മുന്നിൽ ഇരുട്ടിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുന്ന കാറിൻ്റെ ചുവന്ന ടെയിൽ ലാമ്പുകൾ മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. ചുറ്റും നിന്ന അസ്ഥികൂടങ്ങളും രൂപങ്ങളും അവനെ ഉപദ്രവിക്കാൻ വന്നതായിരുന്നില്ല. അവർ അവനെ നോക്കി നിൽക്കുകയാണ്. ചിലർ കൈ ചൂണ്ടി മുന്നോട്ടോടാൻ ആംഗ്യം കാണിച്ചു. മരിച്ചുപോയ ആ ഡോക്ടറും ആ സ്ത്രീയും വഴിതെറ്റി വന്ന മറ്റു യാത്രക്കാരും അവരെല്ലാം ഈ കെണിയിൽ കുടുങ്ങിപ്പോയവരാണ്. അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷേ രാഹുലിന് ഇനിയും സമയമുണ്ട്. പ്രിയ, വണ്ടി നിർത്ത്. അവൻ അലറി വിളിച്ചു. അവൻ്റെ ശബ്ദം തൊണ്ടയിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ എന്ന് അവന് തന്നെ ഉറപ്പില്ലായിരുന്നു. കാർ വളവ് തിരിഞ്ഞ് അപ്രത്യക്ഷമായി. രാഹുൽ സർവ്വശക്തിയുമെടുത്ത് കുതിച്ചു. ആ നിമിഷം അവന് മനസ്സിലായി, ആ കാർ ഓടിക്കുന്നത് തൻ്റെ തന്നെ മറ്റൊരു രൂപമല്ല, അത് മരണമാണ്. അവൻ്റെ ശരീരം ഉപേക്ഷിച്ച് ആത്മാവിനെ ഈ നരകത്തിൽ തളച്ചിട്ട് ജീവിതം അവസാനിക്കുന്ന കാഴ്ചയാണത്. ആ കാർ ആ വളവ് പൂർണ്ണമായും കടന്നുപോയാൽ പിന്നെ തിരിച്ചുപോക്കില്ല. അവൻ ആ വളവ് തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി. കാർ അവിടെ നിന്നിരുന്നു. ഒരു വലിയ പാറയിൽ തട്ടി മുൻഭാഗം തകർന്ന് പുകഞ്ഞുകൊണ്ട് നിൽക്കുന്നു. രാഹുൽ കാറിനടുത്തേക്ക് ഓടിയെത്തി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അവൻ്റെ രൂപം സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടക്കുന്നു. രാഹുൽ ഡോർ തുറക്കാൻ നോക്കി. അവൻ്റെ കൈകൾ ലോഹത്തിലൂടെ തുളച്ചു കയറി. അവന് ഭൗതികമായ ഒന്നും തൊടാൻ കഴിയുന്നില്ല. ഭയം അവനെ വിഴുങ്ങി. ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. എനിക്ക് ജീവിക്കണം.
അവൻ കണ്ണുകളടച്ചു. തൻ്റെ ശരീരത്തിലേക്ക്, തൻ്റെ ബോധത്തിലേക്ക് തിരികെ കയറാൻ അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ആ കാറിനുള്ളിലിരിക്കുന്ന നിശ്ചലമായ ശരീരത്തിലേക്ക് അവൻ നടന്നു കയറി. ഒരു നിമിഷം എല്ലാം ശൂന്യമായി. വല്ലാത്തൊരു തണുപ്പ്, പിന്നെ അസഹനീയമായ വേദന. രാഹുൽ വലിയൊരു ശ്വാസം വലിച്ചുകൊണ്ട് കണ്ണു തുറന്നു. തലയോട്ടി പിളരുന്ന വേദന, വായ നിറയെ രക്തത്തിൻ്റെ രുചി. അവൻ ചുറ്റും നോക്കി. അവൻ കാറിനുള്ളിലാണ്, പക്ഷെ കാർ റോഡിലല്ല. കാർ തല കീഴായി മറിഞ്ഞു കിടക്കുകയാണ്. സീറ്റ് ബെൽറ്റ് അവൻ്റെ നെഞ്ചിൽ വരിഞ്ഞു മുറുകിയിരിക്കുന്നു. പുറത്ത് ഭയങ്കരമായ മഴ. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു കാർ നിൽക്കുന്നത് കുറ്റിക്കാടുകൾക്കും പാറക്കൂട്ടങ്ങൾക്കും ഇടയിലാണ്. പ്രിയ, അവൻ ഞരങ്ങി. അവൻ്റെ ഇടതുവശത്ത് പാസഞ്ചർ സീറ്റിൽ പ്രിയയും തല കീഴായി കിടക്കുന്നു. അവളുടെ കൈകൾ തൂങ്ങിക്കിടക്കുന്നു. രാഹുൽ അവളെ തൊടാൻ ശ്രമിച്ചു. കൈകൾ അനക്കാൻ വയ്യ. തോളെല്ല് പൊട്ടിയിട്ടുണ്ടാകാം. പിൻസീറ്റിൽ നിന്നൊരു കരച്ചിൽ കേട്ടു. അച്ഛാ, എനിക്ക് പേടിയാകുന്നു. അമേയ, അവൾക്ക് ജീവനുണ്ട്. മോളെ, ഒന്നുമില്ല, അച്ഛനുണ്ട്. രാഹുൽ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ ശബ്ദം നേർത്തതായിരുന്നു. ആ സത്യം ഇപ്പോൾ രാഹുലിൻ്റെ തലച്ചോറിലേക്ക് ഇരച്ചു കയറി. ആദ്യത്തെ ഡെഡ് എൻഡ് ബോർഡ് കഴിഞ്ഞ് ആ കൊക്കയുടെ വക്കിൽ കാർ എത്തിയപ്പോൾ അത് ബ്രേക്ക് കിട്ടി നിന്നിരുന്നില്ല. അവൻ ബ്രേക്ക് ചവിട്ടി. പക്ഷേ വണ്ടി തന്നെ മാറി താഴേക്ക് മറിഞ്ഞു. അതിനുശേഷം കണ്ടതെല്ലാം, ആ വീട്, ജീപ്പ്, അസ്ഥികൂടങ്ങൾ, ഗൂഗിൾ മാപ്പിൻ്റെ വിചിത്രമായ നിർദ്ദേശങ്ങൾ, അതെല്ലാം ബോധത്തിനും അബോധത്തിനുമിടയിലുള്ള അവസ്ഥയിൽ മരണത്തോട് മല്ലിടുമ്പോൾ തലച്ചോറ് സൃഷ്ടിച്ചതോ അല്ലെങ്കിൽ ഈ സ്ഥലം തന്നെ അവനെ കാണിച്ചതോ ആയ ഭ്രമാത്മകമായ കാഴ്ചകളായിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം സത്യമായിരുന്നു. അവർ വീണിരിക്കുന്നു. കൊക്കയുടെ ഏറ്റവും അടിത്തട്ടിലല്ല, മറിച്ച് പകുതി വഴിയിൽ എവിടെയോ, ഒരു മരത്തിലോ പാറയിലോ തങ്ങി നിൽക്കുകയാണ്. കാർ മെല്ലെ ഒന്നാടി. താഴേക്ക് ഇനിയും ആഴമുണ്ട്. ഏതു നിമിഷവും വണ്ടി വീണ്ടും താഴേക്ക് പതിക്കാം. അമേയ, അനങ്ങരുത്, അനങ്ങാതെ ഇരിക്കും മോളെ, രാഹുൽ പറഞ്ഞു. സമയം കടന്നുപോയി. മഴ തോർന്നു. കാറിനുള്ളിലെ വെളിച്ചം കുറഞ്ഞു വന്നു. പ്രിയ ഇടയ്ക്കിടെ ഞരങ്ങുന്നുണ്ട്. അവൾക്ക് ബോധം വീണിട്ടില്ല. രാഹുലിൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി. രക്തം വാർന്നു പോകുന്നുണ്ട്. നേരത്തെ കണ്ടതുപോലെ മരണം തന്നെ കാത്തു നിൽക്കുകയാണോ? അപ്പോൾ ദൂരെ ഇവിടെ നിന്നോ ഒരു ശബ്ദം കേട്ടു. യഥാർത്ഥ ശബ്ദം. ഇവിടെയാണ് മരം ഒടിഞ്ഞു കിടക്കുന്നത്. ടയറിൻ്റെ പാടുണ്ട്. ഒരു ടോർച്ച് വെളിച്ചം മുകളിൽ നിന്ന് കാറിന് നേരെ അടിച്ചു. സാറേ, ഇവിടെയുണ്ട്. വണ്ടി ഇവിടെ തങ്ങി നിൽപ്പുണ്ട്. അതൊരു മനുഷ്യൻ്റെ ശബ്ദമാണ്. രാഹുൽ സർവ്വശക്തിയുമെടുത്ത് കാറിൻ്റെ ഹോൺ അമർത്താൻ ശ്രമിച്ചു. കൈയെത്തുന്നില്ല. അവൻ കാറിൻ്റെ റൂഫിൽ കൈകൊണ്ടടിച്ചു. ആരോ ജീവനോടെയുണ്ട്, വേഗം കയറിട്. പിന്നീട് നടന്ന കാര്യങ്ങൾ അവ്യക്തമായ ഓർമ്മകൾ മാത്രമായിരുന്നു. ഫയർഫോഴ്സിൻ്റെ കാക്കി യൂണിഫോമുകൾ, പടങ്ങൾ, കാറിൻ്റെ ഡോർ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്ന ശബ്ദം. ആദ്യം അമേയയെ പുറത്തെടുത്തു, പിന്നെ പ്രിയയെ, അവസാനം രാഹുലിനെയും. സ്ട്രെച്ചറിൽ കിടത്തി മുകളിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ രാഹുൽ ആകാശത്തേക്ക് നോക്കി. നേരം വെളുത്തു വരുന്നു. കോടമഞ്ഞു മാറി ആകാശം തെളിയുന്നു. അവർ കിടന്നിരുന്നത് പ്രധാന റോഡിൽ നിന്ന് മാറി ഏകദേശം 50 അടി താഴെയാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു മരത്തിൽ തട്ടി വണ്ടി നിന്നത്. ആംബുലൻസിലേക്ക് കയറ്റുന്നതിനിടെ ഒരു പോലീസുകാരൻ രാഹുലിൻ്റെ അടുത്തേക്ക് വന്നു. നിങ്ങൾ എന്തിനാ സാറേ ഈ പഴയ വഴിയിലേക്ക് വണ്ടി തിരിച്ചത്? അവിടെ വഴിയില്ല എന്ന ബോർഡ് വെച്ചിട്ടുള്ളതല്ലേ? രാഹുൽ ഓക്സിജൻ മാസ്കിനടിയിലൂടെ സംസാരിക്കാൻ ശ്രമിച്ചു. ഗൂഗിൾ മാപ്പ്. പോലീസുകാരൻ ഒന്ന് നെടുവീർപ്പിട്ടു. ഗൂഗിൾ മാപ്പോ? ഈ ഭാഗത്ത് റേഞ്ച് പോലും കിട്ടില്ലല്ലോ. മാത്രമല്ല ഈ എസ്റ്റേറ്റ് റോഡ് പൂട്ടിയിട്ട് 20 വർഷമായി. പണ്ടിവിടെ ഒത്തിരി അപകടങ്ങൾ നടന്നതാണ്. ഗൂഗിൾ മാപ്പ് ഇവിടെ വഴി കാണിക്കാറില്ല. ഇനി നിങ്ങൾ ഓഫ്ലൈൻ മാപ്പ് നോക്കിയതാണോ? രാഹുലിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൻ്റെ പോക്കറ്റിൽ നിന്ന് നേഴ്സ് അവൻ്റെ ഫോൺ പുറത്തെടുത്തു. അത് പൂർണ്ണമായും തകർന്നിരുന്നു. സ്ക്രീൻ പൊടിഞ്ഞു പോയിരിക്കുന്നു. ഫോൺ പോയി, നേഴ്സ് പറഞ്ഞു. പക്ഷെ രാഹുലിൻ്റെ മനസ്സിൽ ആ ചോദ്യം ബാക്കിയായി. ഫോൺ തകർന്നെങ്കിൽ ആ ലൂപ്പിൽ കണ്ടതെല്ലാം വെറും തോന്നലായിരുന്നോ? 2 ആഴ്ചയ്ക്ക് ശേഷം രാഹുലും പ്രിയയും ആശുപത്രി വിട്ടു.
അമേയ്ക്ക് നിസ്സാര പരുക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാഹുലിൻ്റെ കാലിന് ഫ്രാക്ചറുണ്ട്. അവർ പുതിയൊരു കാർ വാങ്ങാൻ ഷോറൂമിൽ ഇരിക്കുകയായിരുന്നു. പഴയ കാർ ടോട്ടൽ ലോസ് ആയി. രാഹുൽ തൻ്റെ പുതിയ സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവനൊരു സംശയം തോന്നി. അവൻ മാപ്പിൽ ആ അപകടം നടന്ന സ്ഥലം സെർച്ച് ചെയ്തു. വാഗമൺ റൂട്ടിലെ ആ പ്രത്യേക വളവ്. മാപ്പിൽ അവിടെ ഒരു റോഡും കാണിക്കുന്നില്ല, വെറും കാട് മാത്രം. സാറ്റലൈറ്റ് വ്യൂവിലും മരങ്ങൾ മാത്രം. അതെൻ്റെ തോന്നലായിരുന്നില്ല, രാഹുൽ മന്ത്രിച്ചു. ആ റോഡ് അവിടെ ഉണ്ടായിരുന്നു. അവൻ മാപ്പ് ക്ലോസ് ചെയ്യാൻ തുനിഞ്ഞപ്പോൾ ലൊക്കേഷൻ ഹിസ്റ്ററിയിൽ ഒരു നോട്ടിഫിക്കേഷൻ കിടക്കുന്നത് കണ്ടു. അപകടം നടന്ന ആ രാത്രിയിലെ ലൊക്കേഷൻ ഹിസ്റ്ററി. അവനത് തുറന്നു. സാധാരണ ടൈം ലൈനിൽ കാണിക്കാറുള്ള ഡ്രൈവിംഗ്, വാക്കിംഗ് എന്നിവ ഒന്നുമല്ല അവിടെ കണ്ടത്. രാത്രി 8:30 മുതൽ പുലർച്ചെ 4 വരെ ഒരൊറ്റ എൻട്രി മാത്രം. ലൊക്കേഷൻ്റെ പേര് അൺലോൺ ലൊക്കേഷൻ. കൂടുതൽ വിവരങ്ങൾക്കായി അവൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ചെറിയ കുറിപ്പ് തെളിഞ്ഞു വന്നു. ഒരു യൂസർ റിവ്യൂ. ഗൂഗിളിൽ ആരോ ആഡ് ചെയ്തതുപോലെ. റേറ്റിംഗ് 5-1. റിവ്യൂ. എന്നേക്കും താമസിക്കാൻ പറ്റിയൊരിടം. പക്ഷെ അവർ രക്ഷപ്പെട്ടു. അടുത്ത തവണ. രാഹുലിൻ്റെ കൈകൾ വിറച്ചു. ആ റിവ്യൂ ഇട്ടിരിക്കുന്ന പ്രൊഫൈലിൻ്റെ പേര് നോക്കി. മിഡ് നൈറ്റ് ട്രാവലർ. അതിനടിയിലെ പ്രൊഫൈൽ ഫോട്ടോ സൂം ചെയ്തപ്പോൾ രാഹുൽ ഞെട്ടിപ്പോയി. വ്യക്തമല്ലെങ്കിലും ആ ഫോട്ടോയിൽ കണ്ടത് ഒരു പഴയ ജീപ്പും അതിനരികിൽ നിൽക്കുന്ന കണ്ണുകളില്ലാത്ത ഒരു സ്ത്രീരൂപവുമായിരുന്നു. പെട്ടെന്ന് ഫോണിൽ ഒരു പോപ്പപ്പ് തെളിഞ്ഞു വന്നു. GPS സിഗ്നൽ ലോസ്റ്റ്. പുതിയ ഫോണാണ്. ഷോറൂമിനുള്ളിൽ ഫുൾ റേഞ്ച് ഉണ്ട്. എന്നിട്ട് സ്ക്രീൻ ഒരു നിമിഷം കറുത്തു. പിന്നെ സാധാരണ നിലയിലായി. രാഹുൽ, ഈ കാർ എങ്ങനെയുണ്ട്? പ്രിയയുടെ ശബ്ദം അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവൻ ഫോൺ പോക്കറ്റിലിട്ടു. നന്നായിട്ടുണ്ട് പ്രിയ, നമുക്കിതെടുക്കാം. പക്ഷെ അവനറിയാമായിരുന്നു ആ യാത്ര ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്ന്. ഗൂഗിൾ മാപ്പ് ആ വഴി കാണിച്ചത് ഒരു പിഴവല്ലായിരുന്നു, അതൊരു ക്ഷണമായിരുന്നു. അവർ രക്ഷപ്പെട്ടു. പക്ഷേ ആ ലൊക്കേഷൻ അതിപ്പോഴും അവിടെയുണ്ട്, അടുത്ത യാത്രക്കാരെയും കാത്ത്. കാറിൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ സെയിൽസ്മാൻ ഡെമോ കാണിക്കുകയായിരുന്നു. സാർ, വോയിസ് കമാൻഡ് ചെക്ക് ചെയ്യാം. നാവിഗേറ്റ് ടു ഹോം എന്ന് പറയൂ. രാഹുൽ മടിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു, നാവിഗേറ്റ് ടു ഹോം. കാറിലെ സ്പീക്കറിൽ നിന്ന് മറുപടി വന്നു, നാവിഗേറ്റിംഗ് ടു ഹോം. സാധാരണ ഗൂഗിൾ വോയിസ്. പക്ഷേ രാഹുലിന് മാത്രം ആ ശബ്ദത്തിന് പിന്നിൽ നേർത്തൊരു ചിരി കേൾക്കാമായിരുന്നു. ആ പഴയ സ്ത്രീയുടെ ചിരി. അവൻ പ്രിയയെ നോക്കി. അവളും അത് കേട്ടോ? അവളുടെ മുഖത്തെ വിളർച്ച കണ്ടപ്പോൾ അവന് മനസ്സിലായി. അവളും അത് കേട്ടു. അവർ പരസ്പരം കൈകൾ മുറുകെ പിടിച്ചു. ഈ യാത്ര അവസാനിക്കുന്നില്ല.